തുടരും. ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ്റെ അടുത്തതായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ് തുടരും. ഈ ഒരു സിനിമയുടെ റൂമേഴ്സ് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു പടത്തിന് ഹൈപ്പ് ഉണ്ടായി എന്നുള്ളൊരു കാര്യം ഞാൻ പറയേണ്ടതിന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. കാരണം ഓപ്പറേഷൻ ജാവ അതുപോലെ സൗദി വെള്ളക്ക എന്നീ 2 ഗംഭീര സിനിമകൾക്ക് ശേഷം തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം മോഹൻലാലിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് പുറത്തു വരുന്നത്. അതിൽ ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ ഒരു മോഹൻലാൽ ഫാൻ ബോയ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ നമുക്കൊരു പക്ക ഫാൻ ബോയ് സംഭവം തന്നെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് ഐ തിങ്ക് നമ്മളെല്ലാവരും കാത്തിരുന്നത്. അഥവാ ഒരു ഫാൻ ബോയ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പക്ക മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്നുള്ള രീതിയിലല്ല, റാദർ തരുൺ മൂർത്തിൻ്റെ സ്റ്റൈലിൽ ഒരു ഫാൻ ബോയ് സംഭവം, അഥവാ നമ്മൾ കണ്ടു മറന്ന ആ ഒരു മോഹൻലാൽ ഉണ്ടല്ലോ, അഥവാ ചിരിച്ച് കളിച്ച് നടക്കുന്ന കുറച്ച് കുസൃതിയൊക്കെ കാണിച്ച് നടക്കുന്ന ആ ഒരു മോഹൻലാൽ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പുതിയ വേർഷൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയിലൂടെ കാണിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് എന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഐ തിങ്ക് ഒരുവിധം മെജോറിറ്റി ഓഡിയൻസ് നിന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരുന്നത്. പിന്നെ സിനിമയുടെ പോസ്റ്റേഴ്സും മറ്റ് ചില അപ്ഡേറ്റ്സും വരാൻ തുടങ്ങിയപ്പോൾ ഒരുവിധം ഉറപ്പായി ദാറ്റ് ഇത് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ആ ഒരു ഫാൻ ബോയ് സംഭവം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം. പക്ഷേ ഇതിന് ശേഷം പടത്തിൻ്റെ കുറച്ച് റൂമേഴ്സ് പുറത്തു വരാൻ തുടങ്ങി. അഥവാ ഇതൊരു വെറും ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ മാത്രമായിരിക്കില്ല, ഇതൊരു ത്രില്ലർ എലമെൻറ്റും കൂടിയുള്ള ഒരു സിനിമയായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റൂമേഴ്സ് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ പടത്തിൻ്റെ മേക്കേഴ്സ് തന്നെ പുറത്തു വന്നിട്ട് അതൊക്കെ ഡിസപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ മോഹൻലാൽ വരെ തന്നെ ഭരദ്വാജ് രംഗൻ്റോടൊപ്പമുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറഞ്ഞു ദാറ്റ് ഇതൊരു ഫാമിലി ഡ്രാമയാണെന്ന്. പക്ഷെ പിന്നെയാണ് അത് നടന്നത്. ആ ട്രെയിലർ 1 മിനിറ്റ് 40 സെക്കൻഡ് 50 സെക്കൻഡ് ദൈനികം വരുന്ന ആ ഒരു ട്രെയിലറത്തെ ആദ്യത്തെ 1 മിനിറ്റ് 20 സെക്കൻഡ് നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത് അത് തന്നെ നമുക്ക് ലഭിച്ചു. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി വെൻ ഐ സോ ദാറ്റ് ട്രെയിലർ ദാറ്റ് ഫസ്റ്റ് 1 മിനിറ്റ് 20 സെക്കൻഡ്. പക്ഷേ ആ അവസാനത്തെ 20 സെക്കൻഡിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച്, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, ആ ഒരു സിനിമയുടെ വൈബും അതുപോലെ മോഹൻലാലിൻ്റെ ആ ഒരു ആക്ടിങ്ങും ആ ഒരു ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്നെ ഡെഫിനറ്റ്ലി ഷോക്ക് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതൊരിക്കലും എൻ്റെ ഹൈപ്പിനെ കൊന്നില്ല. ആക്ച്വലി അതിൻ്റെ ഒരു ഹൈപ്പിനെയും ക്യൂരിയോസിറ്റിനെയും കൂട്ടുകയും ചെയ്തുള്ളൂ. ഐ തിങ്ക് ഒരുവിധം എല്ലാ ഓഡിയൻസിൻ്റെ കാര്യത്തിൽ അത് തന്നെ ആയിരിക്കും. എല്ലാവരും ഇപ്പോൾ ക്യൂരിയസ് ആണ് ഇതെന്താണ് ഈ സിനിമ എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതിലെന്തോ ഒരു ത്രില്ലർ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമേൻ്റെ അപ്പുറത്ത് എന്തോ ഒരു സാധനം ഈ ഒരു സിനിമയിലുണ്ടുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാ ഓഡിയൻസിൻ്റെ അടുത്തും ഉണ്ടാവും. അതെന്തായാലും നമുക്ക് 25-ാം തീയതി അറിയുള്ളൂ. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ക്യാൻ സ്റ്റിൽ മേക്ക് തിയറീസ്, നമുക്ക് പ്രഡിക്ഷൻസ് ഉണ്ടാക്കാം. സോ ദാറ്റ്സ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു. ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൈ വൈൽഡ് ക്രേസി തിയറീസ് ആൻഡ് പ്രഡിക്ഷൻസ് ഓഫ് വാട്ട് ഈസ് ഗോയിങ് ടു ബി തുടരും. നൗ എനിക്കറിയില്ല ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്ന ഈ പ്രഡിക്ഷൻസും അതുപോലെ ഈ ക്രേസി തിയറീസൊക്കെ കറക്റ്റ് ആയിരിക്കുമോ എന്ന്. പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഇത് കറക്റ്റ് ആവുകയാണെങ്കിൽ ഓബ്വിയസ്ലി അത് സ്പോയിലർ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ളൊരു സ്പോയിലറും വേണ്ട, ഒരു രീതിയിലുള്ള ഡിസ്കഷനും വേണ്ട. കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ട് സിനിമ കാണാൻ പോകണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണേണ്ട. ആക്ച്വലി സിനിമ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങൾ നോക്കുക ഞാൻ പറഞ്ഞ വല്ല പ്രഡിക്ഷൻസും കറക്റ്റ് ആയിരുന്നു. ആൻഡ് ഓബ്വിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ തിയറീസും പ്രഡിക്ഷൻസും കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ മറക്കരുത്. ഓബ്വിയസ്ലി നമുക്കൊരു ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ ഒരു ടാർഗറ്റ്. ആൻഡ് ദാറ്റ്സ് ദ ഹോൾ point of this channel in my opinion, to discuss what we all love, that is cinema. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ വൈൽഡ് ക്രേസി തിയറീസ് ആൻഡ് പ്രഡിക്ഷൻസിലേക്ക് കയറാം. നമ്പർ 1, ദ ദൃശ്യം പാറ്റേൺ. ആൻഡ് പേര് പോലെ തന്നെ ഇറ്റ്സ് ദ സെയിം തിങ്. ദൃശ്യം പോലെ തന്നെ ഉള്ള ഒരു സിനിമയാവാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് തുടരും. കാരണം ദൃശ്യം എന്നുള്ള സിനിമ ഏത് രീതിയിലാണോ പ്രൊമോഷണൽ ക്യാമ്പയിനൊക്കെ നടത്തിയത് അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അവർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പിടിച്ചിരിക്കുന്നത്. ദൃശ്യം പാറ്റേൺ എന്ന് ഞാൻ ബേസിക്കലി പറയാൻ നോക്കണം എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക് സിനോപ്സിസ് എന്താണെന്ന് ചോദിച്ചാൽ, ഷൺമുഖം എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവർ, അദ്ദേഹത്തിന് ഒരു അംബാസഡർ കാറുണ്ട്. ആ അംബാസഡർ കാർ അദ്ദേഹത്തിന് വളരെയധികം പ്രിയപ്പെട്ട ഒരു കാറാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം അത് തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ ഒരു സിനിമ. ഇതിൽ 2 കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് അംബാസഡർ കാർ അത്രയ്ക്കും ഇഷ്ടമാണ്, ആ അംബാസഡർ കാറിന് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ മേ ബി നമ്മൾ പ്രതീക്ഷിക്കാത്ത പാതകളിലൂടെ അദ്ദേഹം സഞ്ചരിക്കാൻ ചാൻസ് ഉണ്ട് ആ ഒരു അംബാസഡർ കാറിന് വേണ്ടിയിട്ട്. ഓർ മേ ബി സെക്കൻഡ് ഒരു പോസിബിലിറ്റി ഈസ് ദ ഫാക്ട് ദാറ്റ് മേ ബി ആ അംബാസഡർ കാറിൽ ഒരു സീക്രട്ട് സംതിങ് ഉണ്ടാവും. ആൻഡ് അത് പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും അത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സീക്രട്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ അംബാസഡർ കാർ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്ര ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഏത് പാതയിലൂടെ സഞ്ചരിക്കാൻ പോകുന്ന ഷൺമുഖം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ഒരു സിനിമയിൽ കാണാം. നമ്പർ 2, ഡാർക്ക് പാസ്റ്റ്. പറഞ്ഞ പോലെ തന്നെ ഷൺമുഖം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് മേ ബി ഒരു ഡാർക്ക് പാസ്റ്റ് ഉണ്ടാവാം. അത് ഏത് രീതിയിലുള്ള പാസ്റ്റ് വേണമെങ്കിലും ആവാം. മേ ബി ഹി മൈറ്റ് ഹാവ് ബീൻ എ ക്രിമിനൽ, അല്ലെങ്കിൽ ഒരു മർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു
ഏതെങ്കിലും രീതിയിൽ അഥവാ ഒരു റോബർ ആവാം, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡാർക്ക് പാസ്റ്റുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഷൺമുഖം എന്ന് പറയുന്നത്. പക്ഷേ ആ പാസ്റ്റൊക്കെ വിട്ട് സന്തോഷമായിട്ട് ഒരു കുടുംബത്തോടെ ജീവിച്ചു പോകുന്ന ആ ഒരു ക്യാരക്ടറിന് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട അംബാസഡർ കാർ നഷ്ടപ്പെടുമ്പോൾ ആ ഡാർക്ക് പാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ വഴികളിലേക്ക് തിരിച്ച് സഞ്ചരിക്കേണ്ടി വരുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സിനിമയായിരിക്കും തുടരും. അതുപോലെ കുറേ പേര് വന്ന് പറഞ്ഞു റൂമറായിരുന്നു ദാറ്റ് ചിലപ്പോൾ ഇതിൽ നമ്മുടെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഒരു സൈക്കോട്ടിക് സീരിയൽ കില്ലർ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ആൻഡ് ടു ബി ഓണസ്റ്റ് ദാറ്റ് കുഡ് ബി എ പോസിബിലിറ്റി. എസ്പെഷ്യലി ആ ഒരു ട്രെയിലറിൽ കാണിക്കുന്ന ആ ഒരു ക്ലോസ് അപ്പ് ഷോട്ടിൽ അദ്ദേഹം ഇടുന്ന ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു വിയേർഡ് ആൻഡ് ബിസാർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. സച്ച് എ നോൺ ഹ്യൂമൻ എക്സ്പ്രഷൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഒരു സൈക്കോട്ടിക് ഹ്യൂമൻ ബീങ് ഇടുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓബ്വിയസ്ലി അതൊരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ക്ലിപ്പാണ്, അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ അതൊരു നോർമൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്, ബട്ട് അത് സിനിമ ആണെപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്പർ 3, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ്. ഇത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മേ ബി മനസ്സിലായിട്ടുണ്ടാവും, ബട്ട് ബേസിക്കലി മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം ആദ്യത്തെ 1 മിനിറ്റ് 20 സെക്കൻഡിൽ ആ ട്രെയിലറിൽ കണ്ട മോഹൻലാലിനെ അല്ല നമ്മൾ അവസാനത്തെ 20 സെക്കൻഡിൽ കാണുക. സോ ദാറ്റ് കുഡ് ബി കൈൻഡ് ലൈക്ക് എ ഹിന്റ് ടു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുപോലെ ശോഭനയുടെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗാണ്, അംബാസഡർ കിട്ടിയ അദ്ദേഹത്തിന് കിളി പോവും എന്നുള്ളൊരു കാര്യം. മേ ബി ഞാൻ ചിലപ്പോൾ ഓവറായിട്ട് ഇതിലേക്ക് റീഡ് ചെയ്യായിരിക്കും, ബട്ട് ദാറ്റ് കുഡ് ബി എ ഹിന്റ് ടു സം കൈൻഡ് ഓഫ് മെൻ്റൽ ഡിസോർഡർ വിച്ച് ഐ തിങ്ക് വിൽ ബി മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ or any other mental disorder basically where he loses it when he gets his ambassador back, അല്ലെങ്കിൽ he loses it when he loses his ambassador. Number 4, another incident. അഥവാ ഈ അംബാസഡർ തിരിച്ചെടുക്കുന്ന സമയത്തിൽ നടക്കുന്ന വേറെ ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു ബൈ മിസ്റ്റേക്ക് നടക്കുന്ന വേറൊരു ഇൻസിഡൻറ്റ് വലിയ പ്രശ്നത്തിലേക്ക് ലീഡ് ചെയ്യും. അതിന് രക്ഷപ്പെടാൻ നോക്കുന്ന ഷൺമുഖവും അദ്ദേഹത്തിൻ്റെ ഫാമിലിനെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പിന്നെ സിനിമ മുഴുവൻ കാണാം. Number 5, ഡബിൾ റോൾ. നോ, ഇവിടെയാണ് ഈ വീഡിയോ വൈൽഡ് ആൻഡ് ക്രേസി ആയിട്ട് മാറാൻ പോകുന്നത്. കാരണം ഞാൻ ഇനി അപ്പുറത്തോട്ട് സംസാരിക്കാൻ പോകുന്ന തിയറീസൊക്കെ ലെറ്റ്സ് ജസ്റ്റ് സേ ദേ ഗെറ്റ് പ്രിറ്റി ക്രേസി. ആദ്യത്തത് ഡബിൾ റോൾ. നോ, ഡബിൾ റോഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബേസിക്കായി പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ആ 1 മിനിറ്റ് 20 സെക്കൻഡ് കാണുന്നത് നമ്മൾ പറയുന്ന ഷൺമുഖവും, അവസാനത്തെ 20 സെക്കൻഡ് കാണുന്ന ഷൺമുഖമല്ല, അത് അദ്ദേഹത്തിൻ്റെ ട്വിൻ ബ്രദറാണ്. യെസ്, യു ഹേർഡ് മി റൈറ്റ്. ഓക്കെ, സോ ഈ ഒരു ട്വിൻ ബ്രദർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ്. ബേസിക്കലി ഷൺമുഖം എന്ന് പറഞ്ഞാൽ ഒരു കളിച്ച് ചിരിച്ച് നടക്കുന്ന വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പാവത്താനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്വിൻ ബ്രദർ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ക്രിമിനൽ, ഒരു ഗുണ്ടായിസം കാണിച്ച് നടക്കുന്ന ഒരു വളരെ നെഗറ്റീവ് എനർജി ഉള്ള ഒരു ക്യാരക്ടറായിരിക്കും അത്. ഈ അംബാസിഡർ നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം ഒട്ടും സംസാരിക്കാതിരുന്ന ആ ഒരു ട്വിൻ ബ്രദറിൻ്റെ അടുത്തേക്ക് ഹെൽപ്പിന് വേണ്ടി പോകുന്നതും ആ ട്വിൻ ബ്രദർ തിരിച്ച് അംബാസിഡറെ ഏൽപ്പിക്കുകയും ചെയ്യണം. പക്ഷേ അതിനാൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ പെടുന്നതോ നമ്മുടെ ഷൺമുഖം അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിരിക്കും. ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ നോക്കുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടാൻ നോക്കുന്ന ഷൺമുഖം ഫാമിലിൻ്റെ കഥയായിരിക്കും പിന്നെ നമ്മൾ സിനിമയിൽ കാണാൻ പോവാം. നൗ ഐ നോ ഇത് നടക്കാനുള്ള ചാൻസ് ക്ലോസ് ടു ഇമ്പോസിബിൾ ആണ്, ബട്ട് എന്തൊക്കെയാണെങ്കിൽ ഐ തോട്ട് ദാറ്റ് വാസ് എ പ്രിറ്റി കൂൾ തിയറി. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ ദാറ്റ് ഹിയർ ജസ്റ്റ് ടു സീ വാട്ട് യു ഗൈസ് തിങ്ക് അബൌട്ട് ദാറ്റ് തിയറി. Number 6, ദ സ്പിരിച്വൽ സൈഡ്. ഈ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു തിയറി എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഇൻസ്പിറേഷൻ എടുത്തത് ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബറിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ട്രെയിലർ റിയാക്ഷനിൽ അദ്ദേഹം ഈ ഒരു സിനിമയിൽ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ സൈഡ് പരിപാടി ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു തിയറി എൻ്റെ തലയിൽ വന്നത്. 2 തിയറീസ് ഉണ്ട്. ഒന്ന്, ഒരു കാന്താര ടൈപ്പ് പരിപാടി ആവാനുള്ള ചാൻസ് ഈ സിനിമയിലുണ്ട്. അഥവാ ദൈവം മനുഷ്യൻ്റെ ശരീരം ഉപയോഗിച്ച് പ്രവർത്തികൾ നടത്തുന്ന ആ ഒരു ടൈപ്പ് കോൺസെപ്റ്റിൽ ചിലപ്പോൾ ഈ ഒരു സിനിമ വർക്കാവാൻ ചാൻസ് ഉണ്ട്. ഓർ മേ ബി ഒരു അയ്യപ്പനും കോശിയും പരിപാടിയും ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ഒരു തെയ്യം ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ട്രെയിലറിൽ കാണിക്കുന്ന ആ ഒരു ആർട്ട് ഫോം വിച്ച് ഐ തിങ്ക് ഇസ് തെയ്യം, ആ ഒരു ആർട്ട് ഫോം ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ അദ്ദേഹം ഡാർക്ക് ക്രൈംസോ ആക്ട്സോ വല്ലതും നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ മേ ബി അദ്ദേഹത്തിൻ്റെ അംബാസഡർ നഷ്ടപ്പെടുമ്പോൾ ആ ഡാർക്ക് പാസ്റ്റിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ബേസിക്കലി ഡാർക്ക് പാസ്റ്റ് തന്നെയാണ് പരിപാടി, പക്ഷേ അതിൽ തെയ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ആർട്ട് ഫോമിൻ്റെ ആ ഒരു സ്പിരിച്വൽ സൈഡിൻ്റെ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ജസ്റ്റ് ലൈക്ക് വി സോ ഇൻ അയ്യപ്പനും കോശിയും. ബട്ട് യാ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ വൈൽഡ് ക്രേസി തിയറീസ് ആൻഡ് പ്രഡിക്ഷൻസ് ഫോർ തുടരും. ഓബിയസ്ലി ചിലപ്പോൾ ഇതിന്ന് ഒരു പ്രഡിക്ഷൻ പോലും വർക്കാവാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഇതിന് ഏതെങ്കിലും ചിലപ്പോൾ വർക്കാവാനും ചാൻസ് ഉണ്ട്. മേ ബി അതായിരിക്കും സിനിമയിലുള്ളത്. അതെന്തായാലും നമുക്ക് ഏപ്രിൽ 25 അറിയുള്ളൂ. എന്താണെങ്കിലും ദീസ് ആർ മൈ ക്രേസി തിയറീസ് ആൻഡ് പ്രഡിക്ഷൻസ്. ഓബിയസ്ലി നിങ്ങൾക്കും ഇങ്ങനത്തെ തിയറീസും പ്രഡിക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് എന്തൊക്കെയാണെങ്കിലും ഏപ്രിൽ 25 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ തിയേറ്ററിൽ എന്തായാലും സീറ്റഡ് ആയിരിക്കും ടു വാച്ച് തുടരും. ഹോപ്പ്ഫുള്ളി എമ്പുരാൻ എന്നുള്ള സിനിമയിലൂടെ നമ്മൾ മോഹൻലാൽ എന്നുള്ള സ്റ്റാറിൻ്റെ ഒരു തിരിച്ചുവരവ് കണ്ടു, അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസ് പവറിൻ്റെ തിരിച്ചുവരവ് കണ്ടു. തുടരും എന്നുള്ള സിനിമയിലൂടെ മോഹൻലാൽ എന്നുള്ള നടൻ്റെ ഒരു തിരിച്ചുവരവ് കാണാൻ സാധിക്കും എന്നുള്ളൊരു വൻ പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ തുടരും കാണാൻ പോകുന്നത്. എന്തായാലും ഏപ്രിൽ 25 നോക്കാം. ബട്ട് ദാറ്റ്സ് ഇറ്റ് ഫോർ മീ. I will see you guys in the next video. Bye bye.